ക്രിസ്തുനാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യേകിച്ചും സ്വർഗീയ സഭയുടെ ഗവർണൻസ് അംഗങ്ങൾ, ഡയസിസ് പാസ്റ്റേഴ്സ്, ശുശ്രൂഷകർ, കെയർ സെൽ, പ്രയർ സെൽ ലീഡേഴ്സ്, സഭയുടെ കൗൺസിൽ അംഗങ്ങൾ, പ്രതിനിധികൾ, TNTയുടെ കൂട്ടു സഹോദരന്മാര്, റീച്ച് വേൾഡ് വൈഡിലെ പ്രവർത്തകർ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച 24 മണിക്കൂറും ഓരോരുത്തരും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിർത്തരുത്. അത് തുടർന്നുകൊണ്ടിരിക്കണം. പ്രാർത്ഥനകൾ വാസ്തവത്തിൽ അന്തരീക്ഷത്തിലെ പോലും ശുദ്ധീകരിക്കുന്നതാണ്. The prayer cleanses the atmosphere. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസവും ദൈവവചനം നമ്മുടെ മനസ്സിനെ ക്ലീനാക്കി ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിനായി തുടർന്നും എല്ലാ സെഷനുകളും നിങ്ങൾ കേൾക്കണം, മിസ് ചെയ്യരുത് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. 2, എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടത്, ആരെങ്കിലും ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കുന്നുണ്ടോ, അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടോ, ദൈവവചന പ്രകാരമുള്ള എല്ലാ നന്മകൾ അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 2-3 കാര്യങ്ങളുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ, 1, അത് കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. 2, അത് വിശ്വസിക്കണം. 3, അത് ഏറ്റെടുക്കണം. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം പറയാം. 12-13. നിങ്ങൾ ഞങ്ങളോട് കേട്ട വചനം നിങ്ങൾ കേട്ടു, അത് വിശ്വസിച്ചു, അത് ദൈവം എന്നോട് സംസാരിച്ചു എന്ന് നിങ്ങൾ അതുപോലെ ഏറ്റെടുത്തത് കൊണ്ട് വിശ്വസിച്ചവർക്ക് വേണ്ടി അത് വ്യാപരിച്ചു എന്ന് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന അപ്പം 1 കേൾക്കണം, 2 കൈക്കൊള്ളണം. എങ്ങനെ കൈക്കൊള്ളണം? ദൈവവചനമായിട്ട് കൈക്കൊള്ളണം. അതിൻ്റെതായ ഗൗരവം അതിന് കൊടുക്കണം. പലപ്പോഴും നമ്മൾ കാണുന്നത്, ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങൾ, 1 എന്തുകൊണ്ടത് നടന്നില്ല, അത് ഏറ്റെടുക്കേണ്ടി പോലെ ഏറ്റെടുത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ദൈവവചനം, ദൈവം ഹൗ ടു അൺലോക്ക് ഗോഡ്സ് പവർ ഇൻ യു, അല്ലെങ്കിൽ ദൈവപ്രവൃത്തി എന്നിൽ എങ്ങനെ വെളിപ്പെടും. പണ്ട് യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട മിച്ചം വന്നു. അവർ വന്ന് ചോദിച്ച യേശുവിനോടൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം, യേശുവിനോട് അവർ ചോദിച്ചത്, ദൈവത്തിന്റെ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത്. ആ അത്ഭുതം എങ്ങനെ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി ഡു ദ വർക്ക്സ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ഈ പ്രവൃത്തി, കാര്യം ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട മിച്ചം വന്നിരിക്കുക. സോ അവരുടെ ചോദ്യം, മലയാളത്തിൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ അവനോട് ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവർത്തികളെ, ദൈവത്തിന്റെ പ്രസാദമുള്ള, ഹൗ ക്യാൻ വി ഡു ദ വർക്ക്സ് ഓഫ് ഗോഡ്,
ആ പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ആ. ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ ഒന്ന് അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക. കാരണം ദൈവപ്രവൃത്തി അവിടെ നടന്നു കഴിഞ്ഞിരിക്കുക. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തുള്ള ചില തെറ്റായ ധാരണകളുണ്ട്. ഒന്ന്, ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ ചിലപ്പം അത് ദൈവഹിതമായിരിക്കും, അതുകൊണ്ട് അത് വിട്ടുകളയും. രണ്ട്, നമ്മൾ വന്ന വഴികൾ, നമ്മൾ ചെറുപ്പം മുതൽ കേട്ട ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് അത് നടക്കത്തില്ല, നിങ്ങളുടെ പാരമ്പര്യത്തിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അത്രയും വലിയ സ്വപ്നങ്ങളൊന്നും കൊണ്ട് നടക്കണ്ട. അതിലേറ്റവും വലിയ തടസ്സം നമ്മുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് യേശു താൻ സംസാരിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 7:13 യേശു പറയാണ്, നിങ്ങളുടെ യുവർ ട്രഡീഷൻസ് ഹാവ് മെയ്ഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഓഫ് നോ എഫക്റ്റ്. നിങ്ങളുടെ പാരമ്പര്യം തന്നെ ദൈവത്തിന്റെ വചനത്തെ പോലും ഇൻഎഫക്റ്റീവ് ആക്കി. അപ്പം ദൈവം പറഞ്ഞ വാക്കിനേക്കാളും പവർഫുള്ളാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന ചിന്താഗതികൾ. മർക്കോസ് സുവിശേഷം 7:13 അത് വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ട്രഡീഷണൽ ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കിനെ പോലും നിങ്ങൾ ദുർബലമാക്കി. അപ്പം ഇത് കേൾക്കുമ്പോൾ, ഇത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ദൈവമല്ല പല കാര്യത്തിനും തടസ്സം. ദൈവത്തിന്റെ പദ്ധതികളെ തടസ്സമാക്കാൻ അല്ലെങ്കിൽ നല്ലൊരു പദ്ധതി തടസ്സമാക്കാൻ ദൈവം ഒരിക്കലും നിൽക്കത്തില്ല. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ഞാൻ നിവർത്തിക്കും. സോ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന്, എവ്രി ഗുഡ് തിങ്. എന്നാൽ പലപ്പോഴും കേൾക്കുന്ന വചനം നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കാത്തത് കൊണ്ട്. അപ്പൊ വിശ്വാസത്തിന് ഒരു നിയമമുണ്ടോ, പ്രമാണമുണ്ടോ? ഉണ്ട്. വിശ്വാസത്തിന്റെ ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. അതാ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 3:27 ലോ ഓഫ് ഫെയ്ത്ത് എന്നാ പറയുന്നത്. ലോ ഓഫ് ഫെയ്ത്ത്, ലോ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ ഒരു പ്രമാണമുണ്ട്, ലോ ഓഫ് ഫെയ്ത്ത്. ആ ലോ ഓഫ് ഫെയ്ത്ത് അനുസരിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യല്ല, ഞാൻ ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. അല്ലേ? വിശ്വാസത്തിന്റെ ഒരു പ്രമാണം ഒന്നും അവിടെ എഴുതിയിട്ടില്ലേ? വിശ്വാസമാർഗം, വിശ്വാസത്തിന്റെ പ്രമാണം, ലോ ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ പോലും സങ്കീർത്തനം 78:41 വളരെ മനോഹരമായ വചനമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് കോപം വന്നു, കാരണം അവർ ദൈവത്തെ ലിമിറ്റ് ചെയ്യും, ദൈവത്തെ ഒതുക്കി കളഞ്ഞു. അപ്പൊ ദൈവത്തെ ഒതുക്കി കളയുന്ന കാര്യങ്ങൾ എന്താ? ഒന്ന്, ഏറ്റവും വലുത് എൻ്റെ ചിന്താഗതികൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് കിടക്കുന്ന ലിമിറ്റേഷൻസ്. എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കുറ്റക്കാരനാണ്. ഏറ്റവും വലിയ ശത്രുവാണ് സെൽഫ് പിറ്റി. എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല, ഞാൻ ഇതിന് യോഗ്യനല്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പഠിച്ചു വന്ന പല കാര്യങ്ങളും, അത് എനിക്ക് ലിമിറ്റേഷൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സംഭവിച്ചേക്കാം. നോ, വെൻ യു അണ്ടർസ്റ്റാൻഡ്, നമുക്കത് ഒരു കാര്യം മനസ്സിലാകുമ്പോൾ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകണം, ദാറ്റ് ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ നന്മയാണ്. പല രോഗങ്ങൾ വരുമ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ ദൈവഹിതമായിരിക്കും. പ്രിയമുള്ളവരെ, രോഗം ദൈവത്തിന്റെ ഹിതമല്ല.
കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് ഹിതമുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. യേശു പ്രാർത്ഥിച്ചു നോക്കണമെന്നല്ല പറഞ്ഞത്, എനിക്ക് ഹിതമാണ്. ഒരിക്കലായി എന്നേക്കുമായി യേശു മറുപടി പറഞ്ഞു, സൗഖ്യം ദൈവത്തിന്റെ ഹിതമാണ്. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുമ്പോൾ യേശു പറഞ്ഞു, സാത്താൻ ബന്ധിച്ച ഇവളെ ഞാൻ വിട്ടയക്കേണ്ടി വരും. അപ്പോൾ രോഗസൗഖ്യം ദൈവത്തിന്റെ ഹിതമാണ്, ഉയർച്ച ദൈവത്തിന്റെ ഹിതമാണ്. ചുരുക്കം പറഞ്ഞാൽ നന്മ ദൈവത്തിന്റെ ഹൃദയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഇതിന്റെ ഒരു 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 വശം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള പദ്ധതി മാത്രമാണ് എന്ന് നമ്മുടെ തലയിൽ കയറാൻ സാധ്യതയുണ്ട്. അതിനെ മതവൽക്കരിക്കുക എന്ന് പറയും. അപ്പം എന്തിനാ യേശുവിനെ സ്വീകരിക്കേണ്ടത്? മോക്ഷം കിട്ടാൻ, നിത്യജീവൻ കിട്ടാൻ. എന്നാൽ സ്വർഗത്തിൽ പോകാൻ മാത്രമാണോ ദൈവം പുതിയ സൃഷ്ടി ഉണ്ടാക്കിയത്, പുതിയ സൃഷ്ടിക്ക് വേണ്ടി ദൈവവചനം തന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ പോകാൻ മാത്രമായിട്ടുള്ള വഴിയാണ്, മോക്ഷത്തിന്റെ മാത്രം വഴിയാണെങ്കിൽ നിങ്ങൾ യേശുവെ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് പറഞ്ഞ മാത്രയിൽ നിങ്ങളെ കൊന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ. എന്നാൽ ഇവിടെ വെച്ചിരിക്കുക, ഇവിടെ ഭൂമിയിൽ തന്നെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പദ്ധതി, ഒരുവൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ എന്തായി തീരും എന്ന് മറ്റുള്ളവർക്കും ഒരു മാതൃകയാകാനാണ് നിങ്ങൾ എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല, അവിടെ ദൈവം ആരെയും ഒതുക്കത്തില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 23:7 പറയാണ്, ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ അവനായി തീരും. ആസ് എ മാൻ തിങ്കത്ത്. അപ്പോൾ നമ്മുടെ മനസ്സിനാണ് ഒരു രൂപാന്തരം വരേണ്ടത്. മനസ്സിനകത്ത് രൂപാന്തരം വന്നാൽ നിങ്ങൾക്കും എനിക്കും എത്താവുന്നത് ഒരു പരിധിയില്ല. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്കൈ ഇസ് ദ ലിമിറ്റ്. നിങ്ങൾക്കും എനിക്ക് സ്കൈ അല്ല ലിമിറ്റ്. സ്വർഗീയ സ്ഥലത്ത് അത്യന്തമീതെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും, വിദ്യാർത്ഥികളായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരു പരിധി, ഒരു ലിമിറ്റ് വെക്കരുത്. കാരണം എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങളെ മോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച മനസാക്ഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. മനസാക്ഷിയ ചിന്തയെ കുറ്റപ്പെടുത്തുന്നതും ഒതുക്കുന്നതും. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം മനസാക്ഷിയെ കഴുകി. നോക്ക്, നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തെ ഇന്റേണൽ സർക്യൂട്ട് നമുക്ക് തൊടാൻ പറ്റത്തില്ല, അത് സീൽഡാണ്. അതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം തൊടാൻ പറ്റത്തില്ല. പുറമെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ അകത്ത് തൊടണമെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറർ തന്നെ വേണം ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ കാര്യം അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ക്രൈസ്തവ മതത്തിൻ്റെ ഭാഗമാകുമല്ല. ക്രൈസ്തവ മതത്തിനും അല്ലെങ്കിൽ ബാക്കിയെല്ലാം ബാഹ്യമായ പല കാര്യം നടക്കുമെങ്കിലും യേശുവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് വരണം, എന്നെ അങ്ങയുടെ രക്തത്താൽ കഴുകണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസാക്ഷിയെ കഴുകി ശുദ്ധീകരിക്കുന്നു. മനസാക്ഷിയെ കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്ക് 2 കാര്യങ്ങൾ വരും. ഒന്ന്, ഞാൻ കൊള്ളരുതാത്തതെന്നുള്ള ചിന്താഗതി മാറും. ഞാൻ പാപിയാണ്, കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഇല്ല. എനിക്ക് ഭയമാണ്. നല്ലൊരു ശതമാനം ആൾക്കാർ ഒരു പുതിയ സംരംഭം ചെയ്യാനോ അല്ലെങ്കിൽ വലിയൊരു കാഴ്ചപ്പാടിലോട്ട് പോകാത്തത് പരാജയഭീതിയാണ്. ഈ പരാജയഭീതി എവിടെ നിന്ന് വരുന്നു? മനുഷ്യനിലുള്ള ഭീതി. എന്നാൽ മനസാക്ഷി കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനസാക്ഷി കഴുകൽ പ്രാപിക്കുമ്പോൾ അതിധൈര്യമാണ് വരുന്നത്. വചനത്തിൽ പറയുന്നത് കോൺഫിഡൻസാണ് വരുന്നത്. മറ്റൊരു വാക്ക് പറയാ ബോൾഡ്നെസ്സാണ് വരുന്നത്. സോ യേശു ക്രിസ്തു അകത്ത് വരുന്ന, അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇങ്ങനെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ക്രിസ്തു മുഖാന്തരം എൻ്റെ അകത്ത് അതുപോലെ ദൈവശക്തിയായിരിക്കുന്നത്. നമ്മൾ ആ സൃഷ്ടിയിൽ നോക്കിയാൽ ദൈവം എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം. ഞാൻ ഇന്നത്തെ വചനം ഞാൻ പറയുമ്പോൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്.
ഞാൻ വീണ്ടും തെറ്റിദ്ധരിക്കരുതെന്ന് പറയാൻ കാരണം ഇത് ഒരു പ്രാക്ടിക്കൽ, നിങ്ങളുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുവാനുള്ള തിരുവെഴുത്തിനകത്തെ ഉപദേശമായത്. ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ദൈവം മനുഷ്യന് ദാനമായി തന്നതാണ്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഉപകരണം വാങ്ങിക്കുമ്പോൾ ആ ഉപകരണം തുറക്കുമ്പോൾ ആദ്യമേ നമുക്ക് തൊടാൻ പറ്റുന്നത് ആ ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം, മാനുവൽ എന്ന് നമ്മൾ പറയും. അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഏതാന്ന് അതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തിനാ? ആ ഉപകരണം നന്നായി ഓടിക്കാൻ. അതുപോലെ തന്നെ മാനവരാശിക്ക് വേണ്ടി ദൈവം തൻ്റെ സ്വന്തം വാമൊഴിയായി തന്നിരിക്കുന്ന പുസ്തകമായത്. ഇത് നിത്യജീവനെ കുറിച്ച് പറയുന്നുവെങ്കിലും യേശുവായിട്ട് വ്യക്തിപരമായ ബന്ധമാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കുവാൻ എൻ്റെ അടുക്കൽ വരാൻ മനസ്സില്ല. യോഹന്നാൻ 5:39-40. നൗ യേശു പറഞ്ഞിരിക്കുന്ന സ്വർഗം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മോക്ഷം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനം 1 തിമോത്തി 6:12 പൗലോസ് പറയുന്നത്, വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുതി നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ വിശ്വാസികളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ മുഴുവൻ എനർജി കളയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പിശാചിനോട് പോരാടാനാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം, 2 സത്യം മനസ്സിലാക്കണം. ഒന്ന്, എൻ്റെ എതിരെ അപവാദി എന്ന് പറയുന്ന പിശാചിനെ ഒരിക്കലായി എന്നേക്കുമായി ആയുധവർഗം വെപ്പിച്ച് തന്നെ ക്രൂശിൽ പരാജയമാക്കി യേശു. 2, എനിക്ക് വിരോധമായും പ്രതികൂലമായിരുന്ന ദൈവിക കൽപ്പന യേശു അനുസരിച്ചു. അതുകൊണ്ട് യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ നീതിയായി. ഇത് രണ്ടും വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിധൈര്യമാണ് നമുക്ക് വരുന്നത്. നോക്ക്, ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-28. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. Now, ദൈവത്തിന്റെ അതേ സ്വരൂപത്തിൽ, ഇമേജ്, he made them in the image, likeness of God. ദൈവത്തിന് അതേ അനുരൂപനായി ദൈവത്തിന്റെ ആട്രിബ്യൂട്ടുള്ള ഇമേജ്, അതേ ഇമേജിലാണ് ദൈവം സൃഷ്ടിച്ചത്. എന്തിനാ സൃഷ്ടിച്ചത്? 28. സൃഷ്ടിച്ച ശേഷം ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന്. വാഴ്ചയുടെ ഒരു ജീവിതത്തിന് വേണ്ടി അഥവാ എല്ലാം തന്റെ കാൽച്ചോട്ടിലായിരുന്നു. So God created man in his image. ദൈവം തന്റെ സ്വരൂപത്തിൽ. ഇമേജ് എന്ന് പറയുന്ന വാക്കിന്റെ ആ മൂലപദത്തിൽ നിന്നാണ് ചിന്താഗതി, ഇമാജിനേഷൻ എന്നുള്ള പദം വന്നിരിക്കുന്നത്. നമ്മുടെ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും. Now, ഈ മനുഷ്യൻ തെറ്റിപ്പോയപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ ഈ വാഴ്ച തന്നിൽ നിന്നും നഷ്ടപ്പെട്ടു. അതാണ് റോമർക്കെഴുതിയ ലേഖനം 5 അതിന്റെ 17-ാം വാക്യം പറയുന്നത്, വാഴ്ച നമുക്ക് മടങ്ങിക്കിട്ടി. എങ്ങനെയാ മടങ്ങിക്കിട്ടിയത്? എഫീഷ്യർ 4:24 വായിക്കണം. അതിനുശേഷം റോമർ 5:15. 4:24 പറയുന്നത് പുതിയ സൃഷ്ടിയാക്കി നമ്മളെ മാറ്റി. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ദൈവരൂപനായി നീതിയിലും വിശുദ്ധിയിലും, ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ സെപ്പറേറ്റഡ് ആൻഡ് റൈച്ചസ് എന്ന് പറഞ്ഞാൽ ദൈവരൂപനായി. ദൈവം എങ്ങനെയാണോ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് അതിൻ്റെ മുഴുവൻ ക്വാളിറ്റിയായി, അതിൻ്റെ മുഴുവൻ റിസ്റ്റോറേഷനായിട്ട് ആണ് ക്രിസ്തു യേശുവിൽ നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ ആ നിരാശയുടെ ജീവിതം, പഴയ എന്നാ പറയുന്നത്, ഇരുട്ട് ജീവിതം. ഇരുട്ടെന്ന് പറഞ്ഞാൽ അവൻ ഇരുട്ടിൽ നിന്നും അത്ഭുത പ്രകാശം എന്ന് പറയുമ്പോൾ വെറും പിശാചിന്റെ കയ്യിൽ നിന്നല്ല, നമ്മളെ എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാ ഡയറക്ഷൻ, മുന്നോട്ട് കാണുക, ആ വെളിച്ചത്തിലോട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. സോ 2 കാര്യം വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, അവൻ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി. പുതിയ സൃഷ്ടി എങ്ങനെയാണ്? ദൈവാരൂപനായി. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4:24
സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി. എങ്ങനെയാണോ ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്, എന്നാൽ ആദാമിനേക്കാളും ശ്രേഷ്ഠമായ സ്ഥാനം തന്നുകൊണ്ട് ദൈവം നമ്മളെ പുതിയ സൃഷ്ടിയാക്കി. അതാണ് യേശു ക്രിസ്തുവിൽ സംഭവിക്കുന്നത്. അതാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. വചനം ഇങ്ങനെയാ പറയുന്നത്. ഞാൻ വചനം കോട്ട് ചെയ്യുന്നത് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ വീണ്ടും ഞാൻ പറയാം. നിത്യജീവനെ മുറുകെ പിടിച്ച് വിശ്വാസത്തിന്റെ നല്ല പോരെന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിലും എന്നിലും ഒരു താലം തേപ്പിച്ചിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയാം, നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം അല്ലായിരിക്കണം നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ബിസിനസ്സുകാരോട് പറയാം, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നിരിക്കുക, ആ തകർച്ചയിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ അകത്തുണ്ട്. മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിനകത്താണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 5:17 ഇങ്ങനെയാ പറയുന്നത്, നീതിയുടെയും വായിച്ചു 5:17 ഏകന്റെ ലംഘനത്താൽ മരണം കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ശ്രമിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ വാഴ്ചയുടെ ജീവിതം ക്രിസ്തു മുഖാന്തരം പുതിയ സൃഷ്ടിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് നമ്മൾ യേശുവിലാകണം, യേശുവിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ, ഒന്ന് മനസ്സാക്ഷി ക്ലീനായി, എൻ്റെ ചിന്താഗതികളിൽ നിരാശാബോധം, ഡിപ്രഷൻ, ഭയം ഇതെല്ലാം മാറിപ്പോയിട്ട് ഇനി എൻ്റെ വിഷൻ നല്ല ക്ലിയർ ആകുക, വിശ്വാസത്താൽ ഞാൻ ജീവിക്കാൻ പോവുക. അതാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11:1 വിശ്വാസം എന്നോ ആശിക്കുന്ന വചനം അതുപോലെ തന്നെ വായിക്കാം. നൗ ഫെയ്ത്ത് ഈസ്, നൗ ഫെയ്ത്ത് വിശ്വാസമെന്നോ ആശിക്കുന്നതിന്റെ ആശിക്കുക എന്ന് പറയുമ്പോൾ ഇമാജിൻ ചെയ്യുന്നതിന്റെ, ചിന്തിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ മേല എന്ന് പറഞ്ഞ് അത് അവിടെ ഇല്ലെന്നല്ല, അതവിടെ ഉണ്ട്. എൻ്റെ ഭാവി, ഞാൻ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അത് എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അവിടെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം, ദൈവം തൻ്റെ സകലതും എൻ്റെ അകത്ത് നിക്ഷേപിച്ചത് ഇനി ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുവാനാണ്. ദൈവം മടിയന്മാരുടെ കൂടെ നിൽക്കത്തില്ല. ദൈവം പ്രവർത്തിക്കുന്ന ആരുടെ കൂടെയാന്ന് പറയാം. നമ്പർ 1, യു ഷുഡ് ഹാവ് എ വിഷൻ, ഒരു ദർശനം കാണണം. അതാണ് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് എഫീഷ്യർ 3 അതിന്റെ 20 പറയാണ്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും, നനയ്ക്കുക എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ, ആ തിങ്ക് ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയാം, ഒരു മനുഷ്യൻ തന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് താനായി തീരും എന്ന് വചനം പറയാം. ഞാൻ എന്നെക്കുറിച്ച് താന്ന് ചിന്തിച്ചാൽ ഞാൻ താന്ന രീതിയിലായി പോകും. പക്ഷെ എൻ്റെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്നതാണ് ദൈവവചനം. ദൈവവചനം എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞാൻ പറയാം, ഇത് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം മാത്രമല്ല, ഇതിനകത്ത് മോക്ഷമുണ്ട്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ മോക്ഷം. പക്ഷെ ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ദൈവം എന്നെ കാഴ്ചപ്പാടുകൾ മാറ്റുന്ന ഒരു രീതിയാക്കി മാറ്റും. എൻ്റെ കാഴ്ചപ്പാട് മാറ്റും, എൻ്റെ ചിന്താഗതികൾ മാറ്റും. അതുകൊണ്ടാണ് എഫീഷ്യർ 4:20 പറയുന്നത്, വായിച്ചു, അങ്ങനെ നാം ചോദിക്കുന്നതിനും നനയ്ക്കെന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന അവൻ എന്റെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവം എനിക്കിത് ചെയ്തില്ല, എൻ്റെ അപ്പനും അമ്മയും ഇത് എനിക്ക് ചെയ്തില്ല, അവരെനിക്ക് ചെയ്തില്ല, ഇവരെനിക്ക് ചെയ്തില്ല. അന്ന് കൊളക്കടവിൽ കിടക്കുന്ന ആ രോഗിയുടെ അടുക്കൽ യേശു വന്നു. 38 വർഷമായി ഞാൻ ഇവിടെ കിടക്കുക, 38 വർഷമായി ഇവിടെ ഞാൻ കിടക്കുക, എന്നെ ആരും സഹായിക്കാനില്ല. എന്നെ ഈ ദൂതൻ വന്ന് കലക്കുമ്പോൾ, വെള്ളം കലക്കുമ്പോൾ എന്നെ ആരും എടുക്കാൻ പരാതികൾ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. യേശു പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ അങ്ങനെയാണ് നീ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമാ. ഇന്ന് നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ നന്മ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്,
അതിൻ്റെ അപ്പുറം ചെയ്യാൻ കഴിവ് ദൈവത്തിനുണ്ട്. ആരുടെ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് പറയാം. ഒരു ദർശനമുള്ള, ഒരു ഇമാജിനേഷനുള്ള, ഞാൻ ഇവിടെ വരെ എത്തിച്ചെല്ലണം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, IAS ഓഫീസേഴ്സ് ആകണം, ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ അസ്പയർ ചെയ്യണം. ബിസിനസ്സുകാർ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടുന്നതാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ വെറും ഒരു അന്യഭാഷയും വെറും ഒരു സ്തോത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല. ഹീസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാ, ദൈവമാ, എൻ്റെ കൂടെ നടപ്പോണ്ട്, എൻ്റെ ഉള്ളിൽ വസിക്കുക. സോ എൻ്റെ ചിന്താഗതി ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ആരാധന എന്ന് ആരാധനയിൽ അവൻ വന്ന് വസിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത് എൻ്റെ ഒരു കടമ തീർത്ത് ദൈവം എന്നോട് കോപിക്കും എന്നുള്ള പേടി കാരണമല്ല. ദൈവം കോപിക്കത്തില്ല പ്രിയമുള്ളവരെ. ദൈവം സ്നേഹമാ. കോപം മുഴുവൻ യേശുവിൽ തീർത്തതുകൊണ്ട് എൻ്റെ മേൽ ഇനിയും ദൈവ കോപമില്ല. അതാണല്ലോ റോമർക്കെതിരെ ലേഖനം 5:7 പറയുന്നത്, ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ വന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം, എൻ്റെ കോപത്തിൻ്റെ പാത്രമല്ല ഞാൻ, ഇന്ന് കരുണയുടെ പാത്രമാണ്. ഈ ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? വചനം നമ്മളെ കഴുകി വൃത്തിയാക്കുമ്പോൾ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരും. വലുതായി ചിന്തിക്കാൻ തുടങ്ങും. അതെ, എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? 5:9 സോറി, നീതിമാൻ 9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടപ്പോൾ ദൈവ കോപത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കോപം യേശുവിന്റെ മേൽ വന്നതുകൊണ്ടാണ്. യേശു ശാപമായി തീർന്നതുകൊണ്ടാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, യേശുവിൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ശാപം, പാപം, കോപം എല്ലാം മാറി. യു ആർ എ ന്യൂ ക്രിയേഷൻ. യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇനി ആ നനയ്ക്കുന്നത്, അതൊക്കെ മനസാക്ഷി ക്ലീനായപ്പോൾ ചിന്താഗതികൾ മാറാൻ തുടങ്ങി. എന്നെ കൊണ്ട് വലുത് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല, പുതിയ സൃഷ്ടി എന്ന്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. വായിച്ചു. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? 1, ദൈവാരൂപനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 2, 1 കൊരിന്ത്യർ 1:30 പറയാണ്, ദൈവത്തിന്റെ ജ്ഞാനമാകുന്ന ക്രിസ്തു എൻ്റെ അകത്ത് വന്നിരിക്കുക. 1 കൊരിന്ത്യർ അതിന്റെ 1:30, ഗോഡ്സ് വിസ്ഡം. 3, ദൈവത്തിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ് എനിക്ക് വന്നിരിക്കുക. പണ്ട് എനിക്ക് സ്വാർത്ഥതയായിരുന്നു, എനിക്കെല്ലാം എനിക്ക് കൂട്ടി വരണമെന്ന്. പക്ഷേ ക്രിസ്തുവിന്റെ മനസ്സ് വന്നപ്പോൾ ഫിലിപ്പിയർ 2 പറയാണ്, ഇനി എല്ലാം ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതിന് എന്ത് പ്രയോജനം കിട്ടും കൂടെ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5, 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 30-ാം വാക്യം, ദ ന്യൂ ക്രിയേഷൻ ഹാസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ മനസ്സ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:4-5 വായിക്കപ്പെടുന്നു. വളരെ വളരെ ശ്രദ്ധിക്കുക. വായിച്ചു. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ പുതിയ സൃഷ്ടിയെ ദൈവാരൂപനായി സൃഷ്ടിക്കിയിരിക്കുക. അതുകൊണ്ട് എന്നാ സ്വാർത്ഥത മാറി, മറ്റുള്ളവന്റെ ഗുണം നോക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാ, ക്രിസ്തുവിന്റെ ഈ മനസ്സ് നിങ്ങളിലുണ്ടായിരുന്നു. ഭാവം മാറി. വിസ്ഡം, ബുദ്ധി, പരിജ്ഞാനം. അതാണ് 1 കൊരിന്ത്യർ 1:30 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 1:30, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുമ്പോൾ അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനമാ പുതിയ സൃഷ്ടി. അതുകൊണ്ടാണ് ഒരു പുതിയ സൃഷ്ടിയുടെ ഐഡിയ എന്ന് പറയുന്നത് ക്രിയേറ്റീവാ. നിങ്ങളും എൻ്റെ അകത്ത് സൃഷ്ടാവിന്റെ ക്രിയേറ്റിവിറ്റിയാ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും ഒന്ന് എൻ്റെ കൂടെ നല്ല ഒച്ചത്തിൽ പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. നല്ല ഒച്ചത്തിൽ പറയണം, എനിക്ക് സകലതും സാധിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നത്. ഞാൻ എൻ്റെ ഈ വചനം ഇന്ന് രക്ഷിക്കപ്പെട്ട പുതിയ സൃഷ്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഇതിനുള്ള സാധ്യത മുഴുവൻ നിങ്ങൾ ഓരോരുത്തർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമാണ്.
അതുകൊണ്ടാണ് ദൈവജനത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 5:17 വാഴ്ച എന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ 6, 7, 8 എല്ലാം പറഞ്ഞ ശേഷം 12 ആകുമ്പോൾ പറയാണ്, 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയാണ്, അതുകൊണ്ട് ഇനിയും ഡു നോട്ട് ബി കൺഫേംഡ് ടു ദ വേൾഡ്. 12-ന്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം, ആൻഡ് ഡു നോട്ട് ബി കൺഫേംഡ് ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന് കൺഫേം ആകരുത്, അനുരൂപനാകരുത്. ഈ ലോകം എന്ന് പറയുന്നത് ഇതാ വീഴ്ചയുടെ മനുഷ്യർ, വീണ് കിടക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള വിസ്ഡം, ലിമിറ്റഡ് ആയിട്ടുള്ള ഐഡിയ, ലിമിറ്റഡ് ആയിട്ടുള്ള വിഷൻ, ആ മനുഷ്യരോട് അല്ലെങ്കിൽ ചിന്താഗതികളോട്, ചിന്താഗതിയാണ് മനുഷ്യരോടല്ല, ചിന്താഗതികളോട്, അതിനോട് നിങ്ങൾ കൺഫേംഡ് ആക്കരുത്. ലോകം മുഴുവൻ നമ്മളെ കൺഫേം ചെയ്യും. നമ്മുടെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഈ രോഗഭീതി വരുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺഫേം ചെയ്യുക, രോഗത്തോട് കൺഫേം ചെയ്യുക. എനിക്ക് ഈ രോഗം ഉണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ചിന്തയ്ക്കകത്ത ഭയം, ചിന്തയാണ് വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളെയും കുഴപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പറയാണ്, നിങ്ങൾ ഈ ലോകത്തോട് കൺഫേംഡ് ആകരുത്, ലിമിറ്റ് ആകരുത്. ലോകം എപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്യും. നിന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മുടെ ഒരു മോനോട് അധ്യാപകൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. നമ്മുടെ കട്ടപ്പനയിലെ കണ്ണം ബ്രദർ ഉണ്ണിയും അവർ രണ്ടുപേരും അവരുടെ സാക്ഷ്യമത, അവരോട് പറഞ്ഞു, നീ ജീവിതത്തിൽ ഇംഗ്ലീഷ് പഠിക്കത്തില്ല. കാര്യം എന്താ? ഒരു ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇംഗ്ലീഷിന്റെ എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല, 35 ഉണ്ടെന്ന്. വലിയ ഭാഷയല്ല, അപ്പം കൂടുതലങ്ങ് പറഞ്ഞു. തന്നോട് അധ്യാപകൻ പറയാണ്, നീ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല, നീ മണ്ടന എന്ന് പറഞ്ഞ ആൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് രൂപാന്തരമായി. തൻ്റെ ഉള്ളിൽ ഒരു ദർശനം വന്നു. എവിടെ ഞാൻ തോറ്റോ അവിടെ തന്നെ ഞാൻ എഴുന്നേൽക്കാൻ പോവുക. ഇന്ന് കണ്ണനും അവരൊരു ബിസിനസ് തുടങ്ങി. എന്നാ ബിസിനസ് പറയാം? ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അവര് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, PhD ഇതെല്ലാം ഇംഗ്ലീഷിലെടുത്ത് ഇന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ കഴിഞ്ഞ വർഷത്തെ അവരുടെ ബിസിനസിന്റെ ടേൺ ഓവർ 5 കോടിയാ, 10 കോടി അവർ അടുത്തത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാ? മനസ്സിനകത്തെ ആ രൂപാന്തരം, അവരുടെ അകത്ത് ക്രിയേറ്റിവിറ്റി. അധ്യാപകൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവർ അധ്യാപകൻ എന്താ ചെയ്തേ? കൺഫേം ചെയ്തു, നിനക്കിത് പറ്റത്തില്ല. ഉടനെ അവരുടെ മനസ്സിനകത്ത് ഇനി ഇംഗ്ലീഷ് പഠിക്കണ്ട, ഇനി വേറെ വല്ലതും ചെയ്യാം, നീ മണ്ടന, ജീവിതത്തിൽ ഉയർത്തില്ല. അങ്ങനെയൊക്കെ കേട്ട പല TNTയും എന്നെ കേൾക്കുന്നുണ്ട്. TNT എന്ന് പറഞ്ഞാൽ യൗവനക്കാരെന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനകത്ത് അതാ ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ ചിലപ്പം അപ്പനും അമ്മയും തമാശന് പറഞ്ഞതുപോലും നമ്മൾ കാര്യമാക്കി അപ്പൻ പറഞ്ഞായിരുന്നു എനിക്ക് ഗതി പിടിക്കത്തില്ല, അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. ഇവര് പറഞ്ഞു ശരിയാകത്തില്ല, അവര് പറഞ്ഞു നീ നന്നാകത്തില്ല, മറ്റുള്ളവർ പറഞ്ഞു നിന്നെ കാണാൻ കൊള്ളത്തില്ല. ഇങ്ങനെ 100 അഭിപ്രായം ലോകം പറഞ്ഞിരിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാം, ഒരു പുതിയ സൃഷ്ടി മനുഷ്യർ പറയുന്നത് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ലിമിറ്റോടെയല്ല നടക്കുന്നത്. അതിനെ യേശുക്രിസ്തു നാമത്തിൽ പൊട്ടിച്ച് ഇന്ന് കൊടഞ്ഞെഴുന്നേൽക്കുന്ന ദിവസമായി മാറട്ടെ. ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഒരു താലന്ത് തന്നിട്ടുണ്ട്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം, നിങ്ങൾ ലോകത്തിനോട് അനുരൂപരാകരുത്. നിങ്ങൾ ലോകത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇടുങ്ങിയതും ലിമിറ്റഡ് ആയിട്ടിനകത്ത് നിങ്ങൾ നിൽക്കരുത്. പിന്നെ എങ്ങനെ ആയിരിക്കണം? നിങ്ങളുടെ മനസ്സ് രൂപാന്തരം പ്രാപിക്കണം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. Do not be conformed to the world, but be transformed in the renewal of your mind. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം, പുതുക്കണം. എന്നിട്ട് താഴോട്ട് പറയാണ്, അതിനുവേണ്ടി ദൈവം ഒരു 2, 3 ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവും തന്നിരിക്കുക. ആ മനസ്സ് രൂപാന്തരം പ്രാപിക്കണം, ട്രാൻസ്ഫിഗറേഷൻ നടക്കണം. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത് യേശു മരുഭൂമിയിൽ തന്നെ വെളിപ്പെടുത്തി ആ മഹാവെളിച്ചം, സാധാരണക്കാരൻ അതിസാധാരണമായ വെളിച്ചം കണ്ടതുപോലെയാണ് മനസ്സിനകത്ത് 360 ഡിഗ്രി മാറണം. ഞാൻ ഇനി സാധാരണക്കാരനല്ല. പൗലോസ് കൊരിന്ത്യർ സഭയെ വരുമ്പോൾ പൗലോസ് അവരോട് ചോദിക്കും, നിങ്ങൾ വെറും മനുഷ്യരെ പോലെ എന്താ ചിന്തിക്കുന്നത്? അസൂയ, പിണക്കമൊക്കെ ആയി വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ വെറും ഞാൻ ആത്മീയൻ എന്ന പോലെ, വീണ്ടും ഞാൻ പറയാം, മതവൽക്കരിക്കരുത് യേശുവിനെ. ഹീ സ്പിരിച്വൽ. നമ്മുടെ മനസ്സിനെ രൂപാന്തരം പ്രാപിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏത് തുറയിലാണോ അവിടെ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല.
അതിനെന്താ ചെയ്യേണ്ടി? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം മനസ്സ് രൂപാന്തരം പ്രാപിക്കുക മാത്രമല്ല, ആ രൂപാന്തരം പ്രാപിച്ച് നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ സ്വപ്നം, അതിനെ യാഥാർത്ഥീകരിക്കുവാൻ നിങ്ങളുടെ അകത്ത് വിശ്വാസം കൊണ്ട് ഇട്ടിരിക്കുക. അതാണ് പത്രോസ് പറയുന്നത്, അവൻ്റെ വിലയേറിയ വിശ്വാസം. ഏത് വിശ്വാസമാ? ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് നമ്മുടെ അകത്ത് ഇട്ടിരിക്കുക. വെളിച്ചം ആ ഇരുണ്ട് കിടന്ന ഭൂമിയിൽ, പാഴും ശൂന്യവും ഇരുട്ട് കിടക്കുന്ന ഭൂമിയിൽ, അയ്യോ ഇത് മുഴുവൻ ഇരുട്ടായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം താടി കൈ കൊടുത്തു നിന്നില്ല. പറിച്ച് അതിനെ നോക്കിക്കൊണ്ട് പറയാ, വെളിച്ചം ഉണ്ടാകട്ടെ. ആ വിശ്വാസമാണ് നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്ത് സംഭവിക്കണം? മനസ്സിനകത്ത് രൂപാന്തരം പ്രാപിക്കണം, ഒരു ദർശനം ഉണ്ടാകണം. പലരും ജീവിതത്തിൽ അവർ ലിമിറ്റഡ് ആയി പോകുന്നത്, ഞാൻ പറയാം, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നൊരു പദമാ, ചർച്ച് ഈസ് നോട്ട് എ റെഫ്യൂജ് സ്റ്റേഷൻ. സഭയെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് എങ്ങനെയുള്ള ഒരു അഭയകേന്ദ്രമല്ല. ഇത് വലിയ ദർശനമുള്ളവരുടെ സ്ഥലമാണ്. വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ള മനസ്സിനകത്ത് അതുണ്ടോ, ചെയ്യാനുള്ളതാണ് ഈ ദൈവവചനം. ഇറ്റ് വിൽ കാസ്റ്റ് എ വിഷൻ ഇൻ ടീം. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയാണ്, വായിച്ചോ. 1-ാം വാക്യം പറയാണ്, വിശ്വാസം ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. എനിക്ക് കണ്ടിട്ടില്ല ഞാൻ, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ ഞാൻ ബിസിനസ്സിൽ 13 വയസ്സ് മുതൽ -0 നിന്നുമാണ് 23 വയസ്സ് ആയപ്പോഴത്തേക്ക് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു, വലിയൊരു സ്ഥാപനമായി തീർന്നു. 11 ബ്രാഞ്ച്, 5 വ്യത്യസ്ത ബിസിനസ്. ആ കൊഡാക്കിന്റെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, മെഡിക്കൽ എക്യുപ്മെന്റ് ആയിരുന്നു എൻ്റെ മെയിൻ ബിസിനസ്. ആ ബിസിനസ്സുകളെല്ലാം ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ വാഹന അപകടത്തിൽ തകർന്നു പോയത്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് പുതിയ സൃഷ്ടിയും തിരുവഴുത്ത എനിക്കൊരു കാര്യം മനസ്സിലായത്, ദൈവമാണ് ഇതെല്ലാം എന്നെ അനുഗ്രഹിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ എന്നാൽ അസാധ്യമായതൊന്നുമില്ല. ഈ സദ്വർത്താനമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരോട് മുഴുവൻ ഞാൻ സംസാരിച്ചു. ദർ ഇസ് നോ ലിമിറ്റേഷൻ. ഇന്ന് ദർശനം ഉണ്ടായിരിക്കണം. ആ ദർശനത്തെ ഫ്രെയിം ചെയ്യണം. ഇന്നത്തെ ദർശനം അല്ലായിരിക്കും നാളത്തെ ദർശനം, നാളത്തെ 3-ാം ദർശനം, അങ്ങനെയല്ല. ഒരു ദർശനം പ്രാപിക്കണം ദൈവത്തിൽ നിന്ന്. യു ഷുഡ് ഹാവ് എ വിഷൻ ഇൻ ലൈഫ്. ഞാൻ ഇന്നതാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ, ദൈവം വാക്കുകൾ ഉപയോഗിച്ചു, ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പം ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് that the worlds, ഇന്ന് ലോകം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേൾഡ്സ്, അനിയോൺ എന്ന് പറഞ്ഞത്. അപ്പൊ എൻ്റെ ലോകത്തെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വാക്കുകൾ കൊണ്ടാണ്. ഒന്ന്, യു ഷുഡ് ഹാവ് എ വിഷൻ, ഒരു ദർശനം കാണണം. ഞാൻ എന്തായിത്തീരും, ഒരു 5 വർഷം കഴിഞ്ഞ് എന്തായിത്തീരും. ഹെവൻലി ഫീസിന് ഒരു ദർശനമുണ്ട്, 20-25 ആകുമ്പോൾ എന്തായിത്തീരും. റീച്ച് എക്സ്പ്രസിന് ഒരു വിഷനുണ്ട്. ഈ വരുന്ന മാസം, മെയ് മാസം 4 പുതിയ ഔട്ട്ലെറ്റോട് വരുക. ഒന്ന് ഏറ്റുമാനൂർ വരുന്നു, കഴുത്തുപിടി വരുന്നു, മണർകാട് വരുന്നു, വേറൊരു സ്ഥലം കൂടെ ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല. വിഷനുണ്ട്, ക്ലിയർ വിഷനുണ്ട്, ക്ലിയർ ഡ്രീമുണ്ട്. ഇതെവിടെയാ? ഈ സ്ഥാപനം വരുന്നതിന് മുമ്പേ കാണാൻ തുടങ്ങും. കാഴ്ചയാൽ ഇത് കാണാൻ തുടങ്ങും. അതുകൊണ്ട് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ കാണാൻ തുടങ്ങും. ഇതിനെ ഫ്രെയിം ചെയ്യും. എനിക്ക് അറിയാം ഈ സ്ഥാനത്താണ് എനിക്ക് എത്തേണ്ടിയേ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ വിഷൻ ഫ്രെയിം ചെയ്യണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഞാൻ എത്തേണ്ട സ്ഥാനം. അത് നിങ്ങൾക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. ഫ്രെയിം യുവർ വിഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The worlds were framed by the word of God. ആ ദർശനം എങ്ങനെയാ ദൈവത്തിന്റെ പവർ അതിനകത്തോട്ട് അൺലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ഡസ് ദ പവർ ഓഫ് ഗോഡ് ഫ്ലോ?
ദർശനമുള്ളപ്പോൾ ദൈവവചനത്തിൽ പറയാ ദർശനമില്ലാതെ ആ ജനം നശിക്കുന്നു. ഇന്ന് പലരും ജീവിതത്തിൽ നിരാശയിലും, പലരും മുന്നോട്ട് കുതിക്കാൻ മേലാതെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇത്രയൊക്കെ പ്രായം, ഇനി എന്നാ ചിന്തിക്കാനാ. നോ, ദൈവം അകത്ത് തന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ടാലന്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാവർക്കും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടാലന്റ് ഉണ്ട്. ആ ടാലന്റ് ഉപയോഗിക്കാൻ ദൈവം അകത്ത് തന്റെ ശക്തിയും തന്നിട്ടുണ്ട്. നിങ്ങളാണ് കുടഞ്ഞെഴുന്നേൽക്കേണ്ടത്. ഇന്ന് നിങ്ങളുടെ അകത്ത് ഒരു വാശി വരണ്ടേ, പുരുഷത്വം വരണ്ടേ. നിങ്ങളുടെ അകത്ത് യു ഷുഡ് ബി ബ്രേവ്, യു ഷുഡ് ബി കോൺഫിഡന്റ്. അവിടെയാ പറയേണ്ടത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറ്. ഞാൻ എന്ത് വിചാരിച്ചോ, ഞാൻ എന്താണോ സ്വപ്നം കണ്ടത്, എൻ്റെ ദർശനം എന്താണോ അവിടെ ഞാൻ എത്തുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് സംഭവിക്കും. അത് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത്? അതിൻ്റെ മുഴുവൻ മിസ്റ്ററി ബൈബിളിനകത്തുണ്ട്. അതാണ് ഹബക്കൂക്ക് പ്രവചനം. ഹബക്കൂക്കിന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ 0 to ഹീറോയാണ് ഹബക്കൂക്ക് പ്രവാചകൻ. അവർ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ഹബക്കൂക്ക് പ്രവചനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെ പറയാണ്, ദർശനം ദൈവം എന്നോട് ഇങ്ങനെ അരുളി ചെയ്തു. വായിച്ചു. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കണം, അത് പലകയിൽ തെളിവായി റൈറ്റ് ഡൗൺ യുവർ വിഷൻ. നിങ്ങൾ ഇരിക്കുന്നിടവും നടക്കുന്നിടവും നിങ്ങൾ ദർശനം എന്താണോ അത് എഴുതണം, തെളിവായി കാണണം. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത്, വിശ്വാസത്തിൽ വന്നപ്പോൾ ഇതൊക്കെ ഈ വചനമൊക്കെ പിന്നെയാണ് ഞാൻ കണ്ടത്. എൻ്റെ ഉള്ളിൽ, എൻ്റെ കയ്യിൽ ആദ്യമേ കിട്ടിയ പുസ്തകം റെയിൻഹാർഡ് ബോങ്കെ എന്ന് പറയുന്ന കർത്താവിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസനായിരിക്കുന്ന റെയിൻഹാർഡ് ബോങ്കയുടെ ഇവാഞ്ചലിസം ബൈ ഫയർ. ആ പുസ്തകം തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ നടുക്ക് പേജിൽ 10 ലക്ഷം പേര് നിൽക്കുന്ന ക്രൂസൈഡുകളുടെ പടമാണ്. ഞാൻ നോക്കിയപ്പോൾ വിസ്മയിച്ചു പോയി. കാരണം ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ കോട്ടയം ടൗണിൽ അന്ന് 10, 20, 30 പേരുടെ സഭകൾ മാത്രമേ ഉള്ളൂ. ഞാനിത് നോക്കിയപ്പോൾ ഇത്രയും ജനം ഒന്നിച്ചു കൂടാനോ ഒരു മീറ്റിങ്ങിലോ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ദർശനം എനിക്ക് തരണം. ഞാനൊരു കാര്യം പറയാം, നമ്മൾ അകത്ത് കൺസീവ് ചെയ്യുന്നതേ പ്രസവിക്കത്തുള്ളൂ. ഗർഭം ഉണ്ടെങ്കിലേ പ്രസവം നടക്കത്തുള്ളൂ. ദർശനം അകത്ത് ഗർഭം ധരിക്കണം. അതെങ്ങനെയാ ഗർഭം ധരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ. ദർശനം വ്യക്തമായി എഴുതണം, കാണണം. ഞാൻ ചെയ്തത് എന്തെന്ന് ഞാൻ പറയാം. ആ പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്തു. ഞാൻ പറഞ്ഞു, ഇതായിരിക്കണം എൻ്റെ സഭ. ഈ സഭ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എൻ്റെ ഡൈനിങ് റൂമിൽ, ബെഡ്റൂമിൽ, ബാത്റൂമിൽ, എന്ത് വേണ്ട എവിടെയൊക്കെ ഞാൻ പോകുമോ ഞാൻ ഇത് കാണുമ്പോൾ എൻ്റെ ദർശനം ഞാൻ ഓർക്കും. ആ ദർശനം ഞാൻ ഓർക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഇത് എനിക്ക് സാധിക്കും. പലരും ദർശനം കാണാറുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് എന്താ, പ്രായമായി കഴിയുമ്പോൾ ഇതായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയും. ഇല്ല പ്രിയമുള്ളവരെ, ആഗ്രഹമല്ല, ആ ആഗ്രഹത്തെ റിയാലിറ്റിയായി ദൃശ്യലോകത്തിൽ കൊണ്ടുവരുന്ന അൺലോക്കിംഗ് ഗോഡ്സ് പവറായി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുക ദർശനത്തിന്. ഹബക്കൂക്ക് വായിച്ചു ഞാൻ നന്നായിട്ട്. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി. എവിടെ ഞാൻ കണ്ടാലും ആ ദർശനം അവിടെ കാണണം. വാട്ട് ഐ ആം ഗോയിങ് ടു ബി. ഞാൻ വീണ്ടും പറയാം, ഹെവൻലി ഫീസ്റ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. ആ ദർശനമുണ്ട്. അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നല്ലൊരു ശതമാനം ആൾക്കാര് പ്രാർത്ഥനയുടെ മറവിൽ ഭയപ്പെട്ട് വീട്ടിലിരിക്കുക. പ്രാർത്ഥനയുടെ മറവിൽ ഉണർവ് വേണം, ഭയങ്കര ഉണർവ് വേണമെന്ന ഭയങ്കര പ്രാർത്ഥന. ഞാൻ അവരോട് പറയും, ഉണർവ് വേണ്ടിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ കസേരയുടെ പുറയില് സഭയുടെ മറവിൽ മറിഞ്ഞിരിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രിയമുള്ളവരെ. ഞാൻ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചായിരുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സഹായിക്കുകയും കൂടെ വേണം, പ്രവർത്തിക്കുകയും കൂടെ വേണം. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പ്രമാണം എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3 പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് ഫെയ്ത്ത്. അത് നമ്മുടെ അകത്ത് ഇട്ടിരിക്കുക. വിശ്വാസം ഇട്ടിട്ടുണ്ട്. ദർശനം ക്ലിയർ ആയിരിക്കണം. 2 വായിച്ചു. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റത്തില്ല. അത് വൈകിയാലും
അതിനായി കാത്തിരിക്കുക. നോക്ക്, പലരുടെയും ദർശനം ഭയങ്കര ദർശനമാണ്. അത് സഭയ്ക്കകത്ത് വരുമ്പോൾ there is a process for it. അതിനൊരു ഒരു കാലാവധി ദൈവം വെച്ചിട്ടുണ്ട്. അതിന്റെ മെച്യൂരിറ്റി, ഞാൻ അതിനുവേണ്ടി ഒരു മെച്യൂരിറ്റിയിലോട്ട് വരണം. ഒന്ന് ദർശനം എഴുതി വെക്കണം. ഞാൻ എന്തായി തീരും, 5 വർഷം കൊണ്ട് ഞാൻ എന്തായി തീരും, ഞാൻ ഈ കോഴ്സ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ആ ഡയറക്ഷനിലാണോ അതോ വല്ലവരുടെയും ഇൻഫ്ലുവൻസിലാണോ, എൻ്റെ പാഷൻ എന്താ, അത് എഴുതിയിടണം. എവിടെ നടക്കുമോ അവിടെ മുഴുവൻ അത് എഴുതിയിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എൻ്റെ മനസ്സിൽ കാണുമ്പോൾ അതിൻ്റെ പടങ്ങൾ, ചിത്രങ്ങൾ, മനുഷ്യനെ എഴുത്തുകൊണ്ട് മാത്രമല്ല ചിത്രങ്ങൾ. ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ വീട്ടിൽ ഒരു കറുത്ത പട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്ത് പട്ടി എന്നുള്ള വാക്കല്ല വരുന്നേ. ആ പട്ടി, ആ നായന്റെ ആ കറുത്ത രൂപം, ആ പട്ടിയുടെ ഷേപ്പ് നിങ്ങളുടെ അകത്ത് വരുക. മനുഷ്യൻ മുഴുവൻ ഇമാജിനേഷനിലാണ് ഓടുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാ നനവ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ എത്ര ബെഡ്റൂം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബെഡ്റൂം എന്നുള്ള പദമല്ല കാണുന്നത്. നിങ്ങളുടെ മനസ്സുടനെ നിങ്ങളുടെ വീട്ടിലേക്ക് പാഞ്ഞ് നിങ്ങൾ ആ ബെഡ്റൂമിനകത്ത് സഞ്ചരിക്കുന്ന നിലയിൽ നിങ്ങളുടെ നനവ് ആണ് ശുദ്ധീകരിക്കപ്പെട്ടത് മനസാക്ഷിയോട്. ദ ക്ലെൻസിങ് ഓഫ് ദ ഇമാജിനേഷൻ, നിങ്ങളുടെ വിചാരം, ആ ഇമാജിനേഷൻ യു ഷുഡ് ഡ്രീം ഇറ്റ്. ആ ഡ്രീം ചെയ്യുന്ന പടങ്ങൾ സറൗണ്ട് ഇറ്റ് വിത്ത് യു. എല്ലായിടത്തും പോകുമ്പോൾ സറൗണ്ട് യുവർ വിഷൻ. അതിന് പേഷ്യൻസോടെ അത് നടക്കുക തന്നെ ചെയ്യും. അത് പലപ്പോഴും ആൾക്കാർക്ക് സംഭവിക്കുന്നത്, ദർശനമുണ്ട്, വലിയ ദർശനമാണ്, പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകും. അതിന്റെ കാരണം എന്താണെന്ന് പറയാം. ദർശനം അവർ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതല്ല, അത് വെറും ഒരു ആഗ്രഹമായിരുന്നു. ഇഫ് ഇറ്റ് ഈസ് ഫ്രം ഗോഡ്, ആൻഡ് ഹൗ ഡു യു നോ ഇറ്റ് ഈസ് ഫ്രം ഗോഡ്? ഇറ്റ് വിൽ ബി അറ്റാച്ച്ഡ് പീസ് ആൻഡ് പാഷൻ. അതുകൊണ്ടാണ് എങ്ങനെ ഇത് അൺലോക്ക് ചെയ്യാം. നമ്പർ 1, ദൈവസന്നിധിയിൽ എല്ലാം ദിവസവും സ്റ്റില്ലായിട്ട് നിൽക്കണം. എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ഈ കാര്യം നടക്കണമെന്ന് ഇല്ല, അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ഞാൻ എൻ്റെ ചുറ്റും ഈ പടങ്ങളെല്ലാം വെക്കും. ഞാനിത് കാണും. കണ്ടാൽ മാത്രം പല്ല, ഞാൻ രാവിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയി പ്രസംഗിക്കും. ആൾക്കാർ കാണുമ്പോൾ എന്നെ പ്രാന്തനെന്നും വട്ടനെന്നൊക്കെ എന്നെ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, ഞാനത് കണ്ടു കഴിഞ്ഞിരിക്കുക. ഞാൻ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക. ആ ക്രൂസൈഡിന്റെ പണം കണ്ട് നെഹ്റു സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കുന്ന ജനത്തെ കണ്ടുകൊണ്ട് അതല്ല, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ കണ്ടുകൊണ്ട്, അവിടെ ഒരാൾ പോലും ഇല്ല. ഞാൻ വിതയ്ക്കുക ചെയ്യുന്നത്. എനിക്കൊരു ദർശനമുണ്ട്. ഐ ഹാവ് എ വിഷൻ. അതിനുവേണ്ടി ദൈവം എന്നെ എക്യൂപ്പ് ചെയ്തിരിക്കുക. ഞാൻ വീണ്ടും പറയാം, ദൈവഹിതമല്ലായിരിക്കും. ചിലരൊക്കെ പറയും, ഇവിടെ അല്ലായിരിക്കും. എന്നോട് പലരും പറഞ്ഞു, പ്രവാചകന് സ്വന്തം ദേശത്ത് വിലയില്ല, അതുകൊണ്ട് കോട്ടയം വിട്ട് വേറെ എവിടെയെങ്കിലും പോയിക്കോളാൻ. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ജെറൂസലേമിൽ ആരംഭിക്കുന്നത്, സ്വന്തം നാട്ടിൽ, ഞാൻ ഏത് പട്ടണത്തിലാണോ ജനിച്ചത് അതേ പട്ടണത്തിൽ തന്നെയാ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സഭ നിൽക്കുന്നത്. വൈ? ബിക്കോസ് ഐ റിസീവ് ദ വിഷൻ. ഞാൻ ഇത് എഴുതി, പലകപ്പുറത്ത് എഴുതി, ഞാൻ കാണുന്നിടത്തെല്ലാം എഴുതി, ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ അതിനുവേണ്ടി സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ തുടങ്ങി. അത് 1 ദിവസം കൊണ്ട് നടന്നോ? ഇല്ല. 2 ദിവസം കൊണ്ട് നടന്നോ? ഇല്ല. പക്ഷെ വിട്ടുകൊടുത്തില്ല. ചിലർ 97 ഇത് സംഭവിച്ചെങ്കിൽ ചിലർ പറഞ്ഞു 2007 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉണർവുണ്ടാവും. ഞാൻ ഇല്ല, ഇപ്പം എനിക്ക് വേണം. ഐ വാസ് പെർസിസ്റ്റന്റ് ഫോർ ഇറ്റ്. ഐ റിയലി വെന്റ് ആഫ്റ്റർ ഇറ്റ്. അതിൻ്റെ പിന്നാലെ പോയി. അതിനകത്ത് ചെയ്ത 1-2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം എല്ലാം ദിവസവും ഞാൻ പറയാം, ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ. ഒരു ദർശനമുണ്ടോ, ഡിസ്ട്രാക്ഷൻസ് ഇഷ്ടം പോലെ വരും. ആ ദർശനം സാധിക്കാതിരിക്കാനായിട്ടുള്ള ഒത്തിരി പ്രതിസന്ധികൾ വരും. പക്ഷെ പ്രതിസന്ധി അതിജീവിക്കുന്നത് അകത്ത് ദർശനം ഉള്ളത് കൊണ്ടാണ്. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്കിത് സാധിക്കും. പ്രതിസന്ധികളൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. മലകൾ മുമ്പിൽ വരും. എന്ത് തടസ്സം വന്നാലും അതിനെ മാറ്റുവാനുള്ള ദൈവശക്തി നിങ്ങളിലും എന്നിലും ദൈവം വെച്ചിരിക്കുക. ഇന്ന് പ്രിയമുള്ളവരെ, ലെറ്റ് മീ ടെൽ യു, നിങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് വീണ്ടും പറയാം, ഇതൊരു മതവൽക്കരണം അല്ല. യേശു ഒരിക്കലും മതവൽക്കരിച്ചില്ല. തൻ്റെ മുഴുവൻ വചനം നോക്ക്. ജീവിതത്തിൽ എങ്ങനെ, പ്രായോഗിക ജീവിതത്തിൽ ജയകരമായൊരു ജീവിതവും വരുവാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യജീവൻ, ഇത് രണ്ടും കൂടെ ഒരൊറ്റ വാക്കിനാൽ തന്നിരിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞത്, എൻ്റെ വാക്കുകൾ സ്പിരിറ്റാണ്, മൈ വേർഡ്സ് ആർ സ്പിരിറ്റ്. യോഹന്നാൻ 6:63 പറയും, എൻ്റെ വാക്കുകൾ മാംസത്തിന് പുറമെ ജഡത്തിന് പ്രയോജനം ചെയ്യത്തില്ല, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കളയും. ഒന്ന്, ദൈവസന്നിധിയിലിരിക്കുക. രണ്ട്
ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ബി ഷുവർ ദാറ്റ് ഗോഡ് ഈസ് ടോക്കിംഗ് ടു യു. ആ ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള പ്രാഗൽഭ്യമാണ് മനസാക്ഷി കഴുകൽ പ്രാപിച്ചിരിക്കുന്നത്. തത്സമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ നിങ്ങൾ കൃപസിംഹാസനം പുഴക. കരഞ്ഞ് 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 വേണ്ടാത്ത എല്ലാം കേട്ട്, ഞാൻ പറയാം, നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകെട്ടുകളെ നമ്മൾ സൂക്ഷിക്കണം. വിശ്വാസം പറയുന്നവരുടെ കൂടെ നടക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് വളരെ വളരെ മനോഹരമായ ഒരു വചനമാണ്. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഈ ഡിസീവ്ഡ് എന്നുള്ള പദം, വഞ്ചിക്കപ്പെടരുതെന്ന് പറയുമ്പോൾ വഞ്ചിക്കപ്പെടുന്നവർക്ക് പോലും അറിയത്തില്ല അവർ വഞ്ചനയില്ല. അതിന്റെ പേരാ വഞ്ചന. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റും നിൽക്കുന്ന നമ്മുടെ കൂട്ടുകെട്ടുകളാണ് നമ്മുടെ സ്വഭാവത്തെ പോലും തകർത്ത് കളയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അതിന്റെ 31-ാമത്തെ വാക്യം പറയുന്നത്, സഹോദരന്മാരെ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. മരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നടക്കുമ്പോൾ വേണ്ടാത്തതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ കൂട്ടുകെട്ടുകൾ പല സ്ഥലത്തും ഞാൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് ഇടുക്കം കൊള്ളുന്നില്ല. നിങ്ങളുടെ കൂട്ടുകെട്ടുകളാണ് നിങ്ങൾക്ക് ഈ ഇടുക്കം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ചുറ്റും നിൽക്കുന്നവരാരാ? എൻ്റെ ദർശനത്തിന് അവർ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ? എൻ്റെ ചുറ്റും നിൽക്കുന്നവർ ഞാൻ പറയുന്നതിന് ചുറ്റും നിന്ന് യെസ് എന്ന് പറയുന്നവരാണോ? അങ്ങനെയുള്ളവർ, വിശ്വാസം പറയുന്നവരുടെ കൂട്ടത്തിൽ വേണം നടക്കാൻ. പരാജയം പറയുന്നവനല്ല. രോഗസൗഖ്യം നടക്കുന്നില്ല, അത് നടക്കത്തില്ല, ഇതൊക്കെ ചുമ്മാ കളപ്പീര, അങ്ങനെ പറയുന്നവരുടെ അടുത്തുപോലും നിൽക്കരുത്. നിങ്ങളുടെ ദർശനത്തെ അത് കറപ്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദിനംതോറും ചാകുന്നു എന്ന് പറഞ്ഞാൽ എന്നാ? ഇതൊക്കെ നടക്കുമ്പോൾ ഐ എം ഡെഡ് ടു ദ വേൾഡ്. ഞാൻ ലോകത്തോട് അനുരൂപനാകത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് താഴെ താൻ പറഞ്ഞു വരുമ്പോൾ ഏതിനകത്തുനിന്നാ ചാകുന്നേ? ചില മനുഷ്യർ, ഇഫ് ദ മാനർ ഓഫ് മെൻ ഐ ഹാവ് ഫോട്ട് ലൈക്ക് എ ബീസ്റ്റ് അറ്റ് എഫീഷ്യസ്. വായിച്ചേ. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗങ്ങളോട് യുദ്ധം ചെയ്യുന്ന പോലെ മനുഷ്യരോട് യുദ്ധം ചെയ്തു. എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. അങ്ങനെ ദർശനക്കാരുടെ കൂടെ നടക്കരുത്. തിന്നുക, കുടിക്കുക, അത് അവസാനിപ്പിക്കുക, എങ്ങനെയും ഒക്കെ ഏതെങ്കിലും കലങ്കിലിരുന്ന് കുറച്ച് നാളെ വർത്താനം പറഞ്ഞ് കുറച്ച് നുണയും പറഞ്ഞ് അവരുടെ കൂടെ അല്ല നിൽക്കേണ്ടത്. അതുകൊണ്ട് അതിന്റെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ഈവിൾ, അതിന്റെ 33 വായിക്കുന്നത്, വഞ്ചിക്കപ്പെടരുത്. ഇങ്ങനെയുള്ള പാർട്ടികളുടെ കൂടെ നടക്കരുത്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ 2 കൊരിന്ത്യർ 6 പറയാ, നിങ്ങളുടെ ഹൃദയം ഇടുങ്ങിയത് എങ്ങനെയാ? ഞങ്ങളുടെ വാക്കുകളാൽ അല്ല ഇടുങ്ങിയത്, നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ കാരണമായി ഇടുങ്ങിയത്. യേശുവിനെ നോക്കിക്കേ. യേശു ഒരിക്കൽ ഐറിയോസിന്റെ ഭവനത്തിൽ പോകുക. ഐറിയോസിന്റെ ഭവനത്തിൽ ഒരു മരിച്ച കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അവിടെ ചെന്നപ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ലൂക്കോസ് സുവിശേഷം അതിന്റെ 7-ാമത്തെ അധ്യായം, അതിന്റെ 8-ാം അധ്യായം അതിന്റെ 51 മുതൽ 54 വരെ വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. വായിച്ചു. 8-ന്റെ 51 മുതൽ 54 വരെ. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും മാത്രം. അതിന്റെ തൊട്ട് മുകളിൽ കൂടെ ഒന്ന് വായിച്ചു, 50 കൂടെ വായിച്ചു. യേശു അത് കേട്ടാറെ അതിന്റെ തൊട്ട് മുകളത്തെ കൂടെ വായിച്ചു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കാര്യം എന്താ? കുഞ്ഞ് മരിച്ചു, ഇനി അസഹ്യപ്പെടുത്തണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്ക മാത്രം. യേശു അതിനെ പരിഗണിക്കാതെ പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നിട്ടാണ് 51 പറയാണ്, പത്രോസിനെയും എല്ലാരെയും, 12 പേരെ കൊണ്ടുപോയില്ല, പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും മാത്രം താൻ കൂട്ടി. തന്റെ കൂടെ ആമീൻ പറയാവുന്നവർ, തന്റെ കൂടെ വിശ്വാസം പറയുന്നവർ. വായിച്ചു താഴോട്ട്, ഇനി താഴോട്ട് വായിച്ചു. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും തന്റെ കൂട്ടത്തിൽ കൂടെ വരാൻ സമ്മതിച്ചില്ല. ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിച്ചു പറയാം, നമുക്ക് ഭയങ്കര കൂട്ടായിരിക്കും, നമ്മുടെ കസിൻ ആയിരിക്കും, നമ്മുടെ ഇതായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു കുഞ്ഞിന് 4ാം സ്റ്റേജ് ക്യാൻസർ ആയിട്ട് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുക.
ഞാൻ കാണാൻ പോയി, പ്രാർത്ഥിക്കാനാ ചെന്നേ. ഞാൻ ആ മുറിക്കകത്ത് കയറി ചെന്നപ്പോൾ ആ മോൾ എന്നോട് പറയാ, എന്നാണ് നിങ്ങളെ വിശേഷം? പ്രാർത്ഥിക്കുന്നു വേണ്ട, എൻ്റെ അകത്തിരിക്കുന്ന യേശു എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുക. അവൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുക സൗഖ്യം. ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും എന്നോട് പറയാ, ഇവള് ഞങ്ങളുടെ മുറിക്കകത്ത് ചിലരൊക്കെ വന്നിട്ട് അയ്യോ മോളെ, അവള് ഉടനെ പറഞ്ഞത് ഇറങ്ങിപ്പോയിക്കുക, എനിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഡിഡ് നോട്ട് അലൗ. ചിലതിനെ വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അവർക്ക് എന്നാ തോന്നുന്ന, നിങ്ങളുടെ ദർശനത്തിലേക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ, എന്നാലും ഇത്ര ദിവസമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹിപ്പിക്കുന്നത് പിശാച. നിങ്ങളുടെ ദർശനത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. അവിടെ എവിടെ നിരാശ വരുമോ അവിടെ ചാടി പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കിത് സാധിക്കും. പ്രിയമുള്ളവരെ, യേശു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഒരു മതം സ്ഥാപിക്കാനല്ല, വാഴ്ചയുടെ ജീവിതം മടക്കി തരാനാണ്. കൃപയും നീതിദാനവും ലഭിച്ചവർ, കൃപ, ദൈവശക്തി, നീതി, ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം തന്നവർ ജീവിതത്തിൽ എത്ര വാഴും. ദൈവാരൂപനായി സൃഷ്ടിച്ചിരിക്കുക. അതിന്റെ പ്രിൻസിപ്പിൾസ് മുഴുവൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക. യേശു എന്ത് ചെയ്തു? പത്രോസിനെയും യോഹന്നാനെ അപ്പനെ അമ്മയെ അല്ലാതെ വേറെ എല്ലാത്തിനെയും വെളിയിലിറക്കി. വായിച്ചു. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും. കരയുന്നവരെ വെളിയിൽ, ഇന്ന് ഞാൻ പറയാം, കരയുന്നവരെ ചാടിക്കണം, വിശ്വാസം പറയുന്നവരെ കൂട്ടത്തിൽ നിർത്തണം. അയ്യോ എല്ലാം പോയേ എന്ന് പറയുന്നവരെ അടുപ്പിക്കരുത്. വിശ്വാസം അയ്യോ എല്ലാം പോയി, ഇനി പരാജയപ്പെട്ടു, ഇനി നടക്കത്തില്ല, നെഗറ്റീവ്, വേണ്ടാത്ത, അത് തീർന്നു എന്ന് പറയുന്നവനെ അല്ല നിർത്തേണ്ടിയേ. പുനരുദ്ധാന ശക്തി അകത്തുള്ളത് കൊണ്ട് തീരത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും, നീ വലിയ കാര്യം ചെയ്യും എന്ന് പറയുന്നവരെ വേണ്ട കൂട്ടത്തിൽ നിർത്താൻ. അല്ലാത്തെങ്കിൽ അവിടെ നിന്ന് മാറിക്കോണം. വിശ്വാസത്തിൽ പോഷണം തരുന്നവരെ കൂട്ടത്തിൽ നടത്തണം. യേശു ചെയ്ത കാര്യം എന്താ? വായിച്ചു അനി പെട്ടെന്ന്. കരയണ്ട, അവൾ മരിച്ചില്ല, കരയണ്ട, ഉറങ്ങുക. അവൾ മരിച്ചെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ യേശു പറയാനോ മരിച്ചിട്ടില്ല, ഉറങ്ങുക. അവൾ മരിച്ചുപോയി എന്ന് അറിവുകൊണ്ട് യേശുവിനെ പരിഹസിച്ചു. വിശ്വാസം പറയുന്നവനെ പരിഹാസമുണ്ട്. വിശ്വാസം പറയുന്നവനെ പരിഹസിക്കും. നീ കുറെ നാളായാലോ പറയാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയാം, പരിഹാസം ആരുടേതാന്ന് പറയാം. പരിഹാസം ദുഷ്ടന്റേതാ. പരിഹാസം നീ വലിയ ദർശനമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യേ? അങ്ങനെ പറയുന്നവരോട് പറയണം, ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. അവിടെ ദർശനത്തിന് കാലാവധിയുണ്ട്. ഞാൻ IAS കാരനാകും, ഞാൻ ആയിരിക്കുന്ന ഈ ജില്ലയുടെ കളക്ടറായിട്ട് ഞാൻ ഇവിടെ വരും, ഞാൻ ഡോക്ടറാകും, ലോകത്തിൽ ഇതുവരെയും കണ്ടുപിടിച്ചാത്ത കണ്ടുപിടുത്തങ്ങൾ എന്നിലൂടെ ദൈവം ചെയ്യും. ദർശനത്തെ നിരുത്സാഹിപ്പിക്കുന്നവരെ അപ്പോൾ തന്നെ ശാസിച്ചോണം, ഇറങ്ങിപ്പോകാൻ പറയണം വെളിയിൽ. യേശു എന്താ ചെയ്തു? വായിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു. യേശു അവളുടെ കൈക്ക് പിടിച്ച് യേശു അതൊന്നും കൂട്ടാക്കിയില്ല. പ്രിയമുള്ളവരെ, ദർശനമുണ്ടോ? നമ്പർ 1 എഴുതിയിടണം. നമ്പർ 2 കൂട്ടത്തിൽ വിശ്വാസം പറയുന്നവരെ നടത്തണം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, തീർക്കുക, അങ്ങനെ ദർശനമില്ലാത്തവന്റെ കൂട്ടത്തിൽ നടക്കരുതെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിൽ ഈ സൈസ് എല്ലാം കാണും. അവരുടെ അഭിപ്രായം ഇങ്ങോട്ട് എടുക്കരുത്. നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. കാര്യം എന്താ? ഓരോ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ, ഓരോ പ്രാവശ്യം നിങ്ങളുടെ മുറിയിൽ കയറുമ്പോൾ, ഡൈനിങ് റൂമിൽ പോകുമ്പോൾ, എവിടെ പോയാലും ദർശനം എഴുതി വെച്ചിരിക്കുക. എഴുതി വെക്കണം, കാണണം. അതാണല്ലോ ദൈവവചനത്തിൽ ഓരോ വാക്കുകൾ നമ്മൾ കാണുമ്പോൾ. അബ്രഹാമാണല്ലോ വിശ്വാസത്തിന്റെ പിതാവ്. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ഇത് ദൈവവചനത്തിൽ വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 15 മുതൽ അത് മുഴുവനാണ്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം റെഡിയാക്കി വെച്ചേക്കണം. ഇനി അബ്രഹാം എന്ന് പറയുന്നത് പ്രിൻസ് അബ്രാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം വന്ന അബ്രഹാമിന്റെ പേര് മാറ്റിയിട്ട് അബ്രഹാം എന്നാക്കി. അബ്രഹാം എന്ന് വെച്ചാൽ ഫാദർ ഓഫ് നേഷൻസ്. എന്നിട്ട് സാറയുടെ പേരും മാറ്റി. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കുക. 75-ാം വയസ്സിൽ സാറ അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ പിതാവ്, ജാതികൾ, നേഷൻസിന്റെ, രാജ്യങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പം നാട്ടുകാർ കളിയാക്കി കാണും. 75-ാം വയസ്സ്, ഇനി കുഞ്ഞുണ്ടാകാൻ പോകുന്ന കളിയാക്കി കാണും. പക്ഷേ ദൈവം അവരുടെ പേര് മാറ്റി. ഇനി അവർ ഇങ്ങോട്ടും അങ്ങോട്ടും പറയുന്നത് ജാതികളുടെ പിതാവ്, അബ്രഹാം. അതുകൊണ്ടും മതിയായില്ല.
ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനോട് പറഞ്ഞു, ഇതുപോലെ ഞാൻ നിന്റെ സന്തതിയാകും, ആകാശത്തെ നക്ഷത്രം പോലെയും മണൽത്തരി പോലെയും. പകൽ താൻ നടക്കുമ്പോൾ മണൽത്തരിയിലൂടെയാണ് നടക്കുമ്പോൾ ഓരോ ചോട് വെക്കുമ്പോൾ ഹീസ് ഫീലിംഗ് ദ വിഷൻ. തൻ്റെ കാലെ മണൽത്തരി അടുക്കുമ്പോൾ തനിക്കറിയാം ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ആകും എൻ്റെ സന്തതി. ആ സമയത്ത് സന്തതി ആയിട്ടില്ല. ഇങ്ങോട്ടും അങ്ങോട്ടും പറച്ചിൽ തുടങ്ങിയവർ. അബ്രഹാം സാറായിനെ സാറാ ആക്കി, അബ്രാമിനെ അബ്രഹാം എന്നാക്കി. അവരിങ്ങോട്ടും അങ്ങോട്ടും ദർശനം പറഞ്ഞുകൊണ്ടായിരിക്കുന്നേ. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചിട്ടില്ല. 1 വർഷമാണോ 2 വർഷമാണോ? 25 വർഷം. രാത്രി നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഇതുപോലെയാകും എൻ്റെ മക്കൾ. കാണുക പറയുക. വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റു പറയണം. അതാണ് അവിടെ അബ്രഹാമിന്റെ കാര്യം പറയുമ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയാ. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം പറയാണ്, താൻ ഇത് തന്റെ ശരീരത്തിന്റെ നിർജീവ അവസ്ഥ താൻ കൺസിഡർ ചെയ്തില്ല. വായിച്ചു, പെട്ടെന്ന് വായിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും. അതാണ് ദർശനമുള്ളവൻ ഏത് തടസ്സത്തെയും അതിജീവിക്കും. ദർശനമുണ്ടോ? ഏത് തടസ്സത്തെയും അതിജീവിക്കും. എങ്ങനെ നടപ്പിലാക്കും എന്നല്ല, നടപ്പിലാകും. എന്നെ ശക്തനാക്കുന്ന, നല്ലപോലെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ പ്രായം പഠിക്കാനുള്ള പ്രായമാണ്. നന്നായി പഠിക്കണം, ഉന്നത സ്ഥാനം എത്തണം. അപ്പോൾ തന്നെ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഒതുങ്ങിപ്പോകരുത്. നിങ്ങളുടെ അകത്തൊരു ക്രിയാത്മകമായ ശക്തി ദൈവം തന്നിട്ടുണ്ട്, ക്രിയേറ്റീവ് പവർ തന്നിട്ടുണ്ട്. പുസ്തകങ്ങൾ നിങ്ങളെ ഒതുക്കരുത്. അത് വായിക്കണം, പഠിക്കണം, 1ാം റാങ്ക് ആകണം. പക്ഷേ പുതിയ സൃഷ്ടിയായിരിക്കുന്ന TNT യൗവനക്കാരോട് പറയാം, നിങ്ങളുടെ അകത്ത് പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ദർശനം, ദൈവത്തിന്റെ മനസ്സ് തന്നിരിക്കുന്നത് കൊണ്ട് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത നിലയിൽ ക്രിയേറ്റർ നിങ്ങളുടെ അകത്ത് താമസിക്കുന്നത്. നോക്കിക്കേ, വായിച്ചേ, പെട്ടെന്ന് വായിക്കുക. താൻ വിശ്വസിച്ച ദൈവത്തിന് ദൃഷ്ടി അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല, ഒറ്റ കുഞ്ഞില്ല. എന്നാൽ താഴ്ത്തു വായിച്ചു, നിന്റെ സന്തതി ഇവണ്ണം ആകൂ എന്ന് ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവ്. തന്റെ ഒറിജിനൽ പേരെന്താ? പ്രിൻസ് അബ്രാം. പക്ഷെ ദൈവം അബ്രഹാമാക്കി ബഹുജാതികളുടെ പിതാവ്. സാറ വിളിക്കുകയാണ്, ബഹുജാതികളുടെ പിതാവേ. കുഞ്ഞുണ്ടോ? ഇല്ല. 1 വർഷമാണോ? ഇല്ല. 2 വർഷമാണോ? ഇല്ല. പക്ഷെ തന്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം. എന്താ അറിയാവുന്നത്? വായിച്ചു. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവിടെ വരുന്ന വിശ്വാസമോ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. വീണ്ടും പറയാം, കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇല്ലെന്നല്ല, അവിടെ ഞാൻ എത്തുക തന്നെ ചെയ്യും. എന്നോട് യേശു പറഞ്ഞിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിക്കാമെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 15 പറഞ്ഞിരിക്കുക. എങ്ങനെ സാധിക്കും? എന്നിൽ വസിപ്പീൻ. അതാ പറഞ്ഞ ടൈം അലോൺ വിത്ത് ഗോഡ്. ദൈവസന്നിധിയിൽ ഇരിക്കണം. അവനെ കൂടാതെ എനിക്ക് നടക്കത്തില്ല. അവൻ എൻ്റെ കൂടെ ഉണ്ടോ? എന്നാൽ അസാധ്യമായതൊന്നുമില്ല. ആശയ്ക്ക് വിപരീതമായി ആശിച്ചു. ദൈവം വാക്ക് പറഞ്ഞിരിക്കുക, ജാതികളുടെ പിതാവാകും, നേഷൻസിന്റെ പിതാവാകും, ആകാശത്തിലെ നക്ഷത്രം പോലെയും മണൽത്തരി പോലെ നിന്റെ മക്കളായി തീരും. ഇപ്പം എങ്ങനെയുണ്ട് സ്ഥിതി? 100 വയസ്സായി. സാറയുടെ ഗർഭപാത്രം ഡെഡ് എന്നായി എഴുതിയിരിക്കുന്നത്, നിർജീവമായി. ശരീരം തന്നെ ജീർണിച്ചു. പക്ഷെ വചനം പറയാ, അത് താൻ പരിഗണിച്ചില്ല. ദർശനമുള്ളവൻ ഏത് ഓബ്സ്റ്റക്കിളിനെയും ഏത് തടസ്സത്തെയും മറികടക്കും വിശ്വാസത്താൽ. അവിടെ ആ വിശ്വാസത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദർശനം ദൈവം തന്നത്, വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. പക്ഷെ ഓരോ ഓബ്സ്റ്റക്കിൾ വരുമ്പോൾ ദർശനമുള്ളവൻ, അല്ലാത്തവർ എന്നെ പറയും, ദൈവം ഇതായിരിക്കും, വിട്ടേച്ചു പോയി. വിടരുത്. ഇന്ന് IAS ആകാനായിട്ട്, കളക്ടർ ആകാനായിട്ട്, IPS ഓഫീസർ ആകാനായിട്ട്, അല്ല ബിസിനസ്സിൽ ഞാനൊരു പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കാൻ പോവാ, അത് ലോകം മുഴുവൻ വ്യാപരിക്കും. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നവർ 1 പരാജയപ്പെട്ടു, 2 പരാജയപ്പെട്ടു. വിടരുത്. നാട്ടുകാർ കളിയാക്കിയേക്കാം, പക്ഷെ നിന്റെ സംസാരവും കാഴ്ചപ്പാടും മാറരുത്. അബ്രഹാമെ സാറായെ ഇങ്ങോട്ടും അങ്ങോട്ടും വിളിക്കുക. രാത്രി നക്ഷത്രം കാണുന്നു, പകൽ മണൽ കാണുന്നു. ദൈവത്തിന്റെ വാക്ക് ഓർക്കുക. താഴോട്ട് വായിച്ചു.
അവൻ ഏകദേശം 100 വയസ്സായി. എന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും മനസ്സിനകത്തുണ്ട് ഇതെങ്ങനെയാണ്. പക്ഷേ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ ദൈവം പറഞ്ഞ വാക്ക അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. താൻ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാനും ശക്തനാ. സോ അവിടെ നോക്കിക്കേ, 25 വർഷം എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസ്. തനിക്ക് പിറ്റേ ദിവസം നടന്നില്ല, പക്ഷെ താൻ അത് ഹി വാസ് ഫോളോയിങ് ദ വിഷൻ. വിട്ടില്ല, പുറകെ നടന്നു. പൗലോസ് പറയുന്ന കാര്യം ഉണ്ട്, ഞാൻ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ദൈവം എനിക്കൊരു സ്വർഗീയ ദർശനം തന്നിട്ടുണ്ട്. പൗലോസ് പറയാം, ഞാൻ ഒന്ന് ചെയ്യുന്നു, ഞാനാ ചെയ്യേണ്ടിയേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, ഞാൻ ഒരു കാര്യം ചെയ്യണം, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുക. ഞാനാ ചെയ്യേണ്ടിയേ, ഞാൻ ആഞ്ഞുകൊണ്ടിരിക്കുക. പിൻപിലുള്ളതിനെ മറന്ന്, പിൻപിലുള്ള പരാജയങ്ങളെ മറക്കണം, മറ്റുള്ളവരോടുള്ള അസൂയ പിണക്കം മാറണം. കാരണം എന്താ? എൻ്റെ ചിന്ത അങ്ങോട്ടാക്കാൻ പിശാചിന്റെ തന്ത്രമാണ്. എനിക്കൊരു വലിയ ദർശനമാണ് തന്നിരിക്കുന്നത്. ആ വലിയ ദർശനത്തിലേക്കുവാൻ ചെറിയ കാര്യങ്ങളിലൊന്നും ഞാൻ കുടുങ്ങത്തില്ല. അതാണ് പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളി ജീവിത കാര്യങ്ങളിൽ കുടുങ്ങത്തില്ല. കാര്യം എന്താ? എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്. ആ ദർശനം എല്ലാം ഇപ്പോഴും ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ മുറിക്കകത്തൊക്കെ എൻ്റെ ചുറ്റും എഴുതിയിരിക്കുക. എൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാർ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ച സ്കൂളിൽ ഞങ്ങൾ ചെറുപ്പം മുതൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഓർത്ത് നോക്കി, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കോമ്പറ്റീഷൻ സക്സസ് എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. ആ കോമ്പറ്റീഷൻ സക്സസ് ഉള്ള മാസിക അതത് മാസം ഞാൻ വാങ്ങിക്കും. അതിനകത്ത് എന്തൊക്കെയാ? IAS ടോപ്പർ സംസാരിക്കുന്നു. 7ാം ക്ലാസ്സുകാരൻ 7ാം ക്ലാസ്. ഞാനത് വായിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് ക്ലാസ്സിൽ പോകുമ്പോൾ കൂട്ടുകാരെ കിട്ടത്തില്ല. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ സിനിമ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയുടെ കാര്യമല്ല സംസാരിക്കുന്നത്. IAS ടോപ്പർ എങ്ങനെ IAS ടോപ്പറായി? IPS ഇത്തവണത്തെ IPS റാങ്ക് ഹോൾഡർ അതെങ്ങനെയായി? അവർ കഠിനാധ്വാനം ചെയ്തു, എത്ര മണിക്കൂർ പഠിച്ചു. ഞാനിന്ന് വീട്ടിൽ പാഠക പുസ്തകം കൂടാതെ ഇതെല്ലാം വായിക്കുക. എന്തിനാ? കൂട്ടുകാര് വേണമെങ്കിൽ അത് വേണം. അതാ ഞാൻ വളർന്നു വന്ന കൾച്ചർ. അല്ലാതെ ചെറിയ കാര്യങ്ങളൊന്നും കുടുങ്ങാൻ സ്കൂൾ സമ്മതിച്ചില്ല. മാത്രമല്ല എല്ലാം സ്കിൽസ്. ഞാൻ പഠിച്ചു വന്ന സ്കൂളിനകത്ത് കൃഷി മുതൽ ഞങ്ങൾക്ക് ഒരു സ്ക്വയർ മീറ്റർ ഭൂമി തരും, അതിനകത്ത് കൃഷി ചെയ്യണം. ഞങ്ങൾ റാഡിഷ് കൃഷി ചെയ്യുമായിരുന്നു. സ്റ്റിച്ചിങ്, ആർട്ട്, ക്രാഫ്റ്റ്, സ്കിൽ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. എന്തിനാ? ടു എംപവർ us ഫോർ ദ വിഷൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം കൂടെ എൻ്റെ കൂടെ നിൽപ്പുണ്ടെങ്കിലോ പ്രതികൂലമായി ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അസാധ്യമായതൊന്നും ഇല്ലെന്ന് പറയല്ല. എന്നാൽ വിശ്വസിക്കുന്ന എന്നാൽ, അതാണല്ലോ ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പരാജയപ്പെട്ടപ്പോൾ ആ ചന്ദ്രരോഗിയായിരിക്കുന്ന മകൻ പരാജയപ്പെട്ടു സൗഖ്യമാക്കാൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു ആ അപ്പൻ ചോദിച്ചു, വല്ലതും നിനക്ക് ചെയ്യാൻ പറ്റുമോ? യേശു പറഞ്ഞു, വല്ലതും ചെയ്യാൻ പറ്റുമോന്നോ? ഞാൻ ദൈവം, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ യേശു പറഞ്ഞൊരു വാക്ക്, വിശ്വസിക്കുന്നവനാൽ അസാധ്യമായത് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഞാനിത് ഇന്ന് ഈ ഞായറാഴ്ച ഇത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ മെസ്സേജിന്റെ കണ്ടിന്യൂവേഷനായിട്ട്. മനസ്സാക്ഷി യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. എന്തിനു വേണ്ടി? സ്വർഗത്തിലെത്താനല്ല, ഈ ഭൂമിയിൽ ചിന്താഗതികളെ മാറ്റാനായിട്ട്. ചിന്താഗതിയിൽ നിരാശകൾ, എന്നെ കൊണ്ട് കഴിവില്ല, അതെല്ലാം മാറ്റുന്നതാ. ഇനി ശാപത്തിന്റെ കീഴിൽ കുറ്റം കണ്ടുപിടിക്കാതെ ദർശനത്തിൽ പായുവാൻ, മുന്നേറുവാൻ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നോ 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 എന്ന് കേൾക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരാൾ പോലും പ്രോത്സാഹിപ്പിക്കാനില്ല, ഒരാൾ പോലും മുമ്പോട്ട് പോകാനില്ല. എന്നാൽ ഇന്നിവിടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറയാം, എൻ്റെ ചുറ്റും തോമസ് കുട്ടി ബ്രദറും വിശ്വാസം പറയുന്ന കുഞ്ഞവറാച്ചായനും അവരെല്ലാം കൂടെ ഞാൻ ചുറ്റി. ചെറിയ കാര്യങ്ങൾ പറയുന്നവരും ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ കൂട്ട് ഞാൻ വിട്ടു. എന്നെക്കാൾ ഉയർന്ന അഭിഷേകമുള്ളവരുടെ കൂടെ ഞാൻ നടക്കാൻ തുടങ്ങി. ഇന്ന് ഓരോ കാര്യം ഞാൻ നോക്കുമ്പോൾ പിന്നീടാണ് തിരുവെഴുത്തിനകത്ത് ഞാൻ വായിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സമയം പോരാ. പക്ഷേ ഈ പറഞ്ഞ ഈ ചെറിയ കാര്യങ്ങൾ ഇറ്റ് വിൽ അൺലോക്ക് ദ പവർ ഓഫ് ഗോഡ് ഇൻ ടു യുവർ ലൈഫ്. ദൈവശക്തി നിങ്ങളിൽ അത് തുറന്നു വരും. ഒരു അടഞ്ഞിരിക്കുന്ന ഡാം പൊട്ടിയുന്നത്
ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, വൻ കാര്യങ്ങൾക്കായി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. ഈ ലോകത്തോട് അനുരൂപരായി തീരാതെ നിങ്ങളുടെ മനസ്സ് ദൈവാരൂപനായി സൃഷ്ടിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ട്രാൻസ്ഫോം യുവർ മൈൻഡ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. റിന്യൂ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് എന്താണോ അതുപോലെ നിങ്ങളായി തീരും. അതിനുവേണ്ടിയാ വിശ്വാസം ദൈവം തന്നിരിക്കുന്നത്. ഡോണ്ട് ലിമിറ്റ് ഗോഡ്. ദൈവത്തെ നിങ്ങൾക്കും എനിക്കും ലിമിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഇല്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാന്ന് തിരിഞ്ഞാൽ യു നോ ദർ ഈസ് നോ ലിമിറ്റ് അറ്റ് ഓൾ. ഞാൻ വീണ്ടും പറയാം, ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്കൈ ഇസ് ദ ലിമിറ്റ്. ആകാശത്തോളം ഉയരാവുന്ന. പക്ഷെ പുതിയ സൃഷ്ടിക്ക് ആകാശമല്ല ലിമിറ്റ്. സ്വർഗീയ സ്ഥലത്തിരുത്തിരിക്കുന്നവനാകിയാൽ ഈ ഭൂമിയിലും വാഴും, നിത്യതയുടെ കാഴ്ചപ്പാടും മാറത്തുമില്ല. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിനെ ഇതുവരെയും സ്വീകരിക്കാത്തവരോട് ഞാൻ പറയാം, ഒരു മതത്തിന്റെ ഭാഗമല്ല നിങ്ങൾ തീരുന്നത്. ദൈവം എങ്ങനെയാണോ ആദിയിൽ തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ വാഴ്ചയ്ക്കായി മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ വാഴ്ചയുടെ ജീവിതമാണ് മടക്കി ക്രിസ്തു യേശുവിൽ തന്നിരിക്കുന്നത്. കുറ്റാരോപമല്ല. ഞാൻ ഇനിയും ശാപത്തിന്റെ കീഴെയാണോ, എന്നെ ആർക്കും വേണ്ട, ആ ചിന്തകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും എന്ന് പറയുന്നത് ആ പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. അത് നിങ്ങളാ ചെയ്യേണ്ടത്, വേറെ ആരും നിങ്ങളെ സഹായിക്കത്തില്ല. ഇന്നലെ നിങ്ങൾ കേട്ടല്ലോ റോണക്ക് പറയുന്നത്, മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ആശ്രയിക്കാൻ നിർത്തിയിട്ട് നിങ്ങളിലുള്ള വിശ്വാസം ഒന്ന് ഉപയോഗിച്ചേ. മറ്റുള്ള സ്ഥാനങ്ങളിലും മറ്റുള്ള ആൾക്കാരിലും വിശ്വസിച്ച്, തങ്കുബ്രറെ ഒന്ന് പ്രാർത്ഥിക്കണേ, ആ പറച്ചിലൊന്ന് നിർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചാലും നടക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ വരട്ടെ. ആ വിശ്വാസമാണ് യേശു ക്രിസ്തു. അതാ യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യും, അതിലധികമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ബി വെരി കെയർഫുൾ ഓഫ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിച്ചോണം. കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്നാ, ചുറ്റും നിൽക്കുന്നവരെ സൂക്ഷിച്ചോണം. നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന നല്ല മനസാക്ഷി കളയരുത്, വിശ്വാസം കളയരുത്. വൻ കാര്യങ്ങൾക്കായി കർത്താവ് ഒരുക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇന്ന് കുടഞ്ഞെഴുക്കണം, പ്രാർത്ഥിക്കണം. കർത്താവെ, ലോകത്തിൽ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു കണ്ടുപിടുത്തം, മെഡിസിന് വേണ്ടാത്ത ഡോക്ടേഴ്സ് ആണോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, ഇതുവരെയും ലോകത്തിൽ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ എൻ്റെ അകത്ത് നീ തരണം. കുഞ്ഞുങ്ങളോട് പറയാം, ലോകത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ എന്നെ കർത്താവെ പുതിയ റിവീൽ ചെയ്യണം. പരിശുദ്ധാത്മാവെ എന്നിൽ ആ കാഴ്ചപ്പാട് കൊണ്ടുവരണം. ആയതിനാൽ ഇന്ന് ദർശനം പുതുക്കട്ടെ. വലിയ കാര്യങ്ങൾക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അതിശക്തമായ അഭിഷേകം വരട്ടെ. പ്രാർത്ഥിക്കാൻ പോകുക. അപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും. രോഗികളായിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ കാണണം നിങ്ങൾ സൗഖ്യമായത്. ഞാൻ തളർന്നു കിടക്കുമ്പോൾ, കട്ടിലയിൽ കിടക്കുമ്പോൾ ഞാൻ കാണുമായിരുന്നു. ദൈവവചനത്തിൽ പറയാം, നീ കാണണം, നിന്റെ കാഴ്ചപ്പാട് മാറണം. ഞാൻ കിടക്കുമ്പോൾ ഞാൻ കാണുന്നത് സ്റ്റേഡിയങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതാ, ഞാൻ ഓടുന്നതാ. ശരീരത്തോട് കൽപ്പിക്കണം, ശരീരത്തോട് പറയണം, ഇല്ല, രോഗം ഇതിനകത്ത് നിൽക്കത്തില്ല. യേശു ക്രൂശിൽ ആ രോഗത്തെ വഹിച്ചത് കണ്ട് കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസ് 2:24 അവന്റെ അടിപ്പിണറാൽ സൗഖ്യം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാ. തങ്കുബ്രർ പ്രാർത്ഥിക്കുമ്പോൾ അല്ല ഈ സൗഖ്യം, ക്രൂശിൽ യേശു സൗഖ്യത്തിന്റെ വില കൊടുത്തതാ. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം, നിങ്ങൾ കാണണം ആ രോഗം, ആ ക്രൂശിലേക്കൊന്ന് കാണണം. ശരീരം സൗഖ്യമായി ഓടുന്നത് കാണണം, പറയണം. നിങ്ങളുടെ ശരീരം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കേൾക്കും. അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കും. ഇല്ല, ഇവരും അവൻ പറയുന്നത് നമ്മളെ ഒതുക്കരുത്. ഇന്ന് ക്രിസ്തു യേശുവിൽ ഒന്ന് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, അത്ഭുതങ്ങൾക്കായി വി ആർ ദ കാരിയർ ഓഫ് മിറക്കിൾസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നിരുത്സാഹപ്പെടുത്തുന്നവരും വിമർശിക്കുന്നവരും വേണ്ടാത്ത പറയുന്നവരുടെ കൂടെ എത്തിപ്പോയി ഇരിക്കാതെ, അത് കേൾക്കാതെ ദൈവം തന്ന ദർശനത്തെ മുറുകെ പിടിച്ച് അബ്രഹാമിന്റെ ശരീരം ജീർണിച്ച നിൽക്കുന്നത്, ആ സാറയുടെ ഗർഭപാത്രം ചത്തു തീർന്നു എന്ന് പറയുമ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ തന്നോട് ദൈവമാ പറഞ്ഞിരിക്കുന്ന ഉറപ്പിൽ താൻ കാത്തിരുന്നു, താൻ ക്ഷമയോടെ കാത്തിരുന്നു, നിവർത്തിക്കുന്നവരെ കാത്തിരുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, ആ ക്ഷമ, ആ ഉത്സാഹം, ആ വിശ്വാസം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പകരപ്പെട്ടതേ. 1 or 2 പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കുടഞ്ഞെഴുന്നേൽക്കണം. പൗലോസ് പറഞ്ഞ വാക്ക് ഇന്ന് ഓർക്കുക. 1 ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ഞാൻ ആയാൻ പോകുക. സ്വർഗീയ വിരുന്നിലെ ഓരോരുത്തരും, ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരും വിശ്വാസികളായിരിക്കും.
ഓരോരുത്തരോടും പറയാം, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, തന്നെ തന്നെ സൂക്ഷിക്കണം, വിശുദ്ധിയിൽ കാക്കണം പറഞ്ഞാൽ മനസ്സാക്ഷി വഷളാക്കരുത്. കാര്യം അത് ആ ചിന്താഗതികളെ മാറ്റുന്നത്. കർത്താവെ അനുഗ്രഹിക്കുന്ന ദയക്കായി സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. റിലീസ് യുവർ പവർ, റിലീസ് യുവർ ഹീലിംഗ്, റിലീസ് യുവർ വിഷൻ മൈ ലോർഡ്. കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്, ഞാൻ കണ്ട വലിയൊരു സൈന്യം എഴുന്നേൽക്കുന്ന പോലെ യൗവനക്കാർ കൊടഞ്ഞ് എഴുന്നേൽക്കണം. മനോഹരമായ വചനമാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പത്രോസ് ഇത്രയും വലിയ രക്ഷയെക്കുറിച്ച് പറഞ്ഞു. രക്ഷ എന്ന് പറയുന്നത് തന്നെ സാഹചര്യത്തിന് മാറ്റം. പരിശുദ്ധാത്മാവ് നിങ്ങൾ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 1 പത്രോസ് 1:13 ഇംഗ്ലീഷിൽ വായിക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, therefore gird up the loins of your mind. നിങ്ങളുടെ മനസ്സിന്റെ ലോയൻസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് സൃഷ്ടിക്കാൻ കഴിവുള്ളത്. നിങ്ങൾ എന്ത് ചിന്തിക്കുവോ അത് ദൃശ്യമായ ലോകത്തിൽ സൃഷ്ടിക്കാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നു.